السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ വിഷയം മലയാളത്തിൽ ഗ്രാമ്പ് എന്നറിയപ്പെടുന്ന ക്ലോവിനെ പറ്റിയാണ്. ഈ ക്ലോ ഇത് ഹിന്ദിയിലൊക്കെ ഉറുദുവിലൊക്കെ ലവംഗ എന്ന് പറയുന്ന ആ സാധനം, അതിന് ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഹദീസുകൾ എവിടെയും കാണുന്നില്ല. ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ കണ്ടിടത്തോളം ഹദീസുകൾ എവിടെയും കാണുന്നില്ല. എല്ലാത്തിനെയും പറ്റിയും ഹദീസുകൾ വ്യക്തമായി കാണണം എന്നില്ല. പലതിനെയും ഉൾപ്പെടുത്തി ഹദീസുകളുണ്ട്, ഖുർആനിൽ ആയത്തുകളുണ്ട്. അതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഗവേഷണം ചെയ്യണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ അർത്ഥത്തിനുള്ള ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഗവേഷണം ചെയ്തെടുക്കണം എന്ന്. ഇതിനെ ഈ ഗ്രാമ്പിനെ പറ്റി പഴയകാലത്ത് വളരെ പ്രസിദ്ധരായ, പഴയകാലം എന്ന് പറഞ്ഞാൽ ഒരു 800 കൊല്ലത്തിന് അപ്പുറം, 1000-ഓളം ഇങ്ങനെയൊക്കെ, അന്ന് വളരെ പ്രസിദ്ധരായ ശാസ്ത്രജ്ഞർ ഇബ്നു സീന, അദ്ദേഹത്തിൻ്റെയും മുഹമ്മദ് ബിൻ അബൂബക്കർ റാസിയുടെയും മെഡിക്കൽ ഗ്രന്ഥങ്ങൾ യൂറോപ്പിലെ യൂണിവേഴ്സിറ്റികളിൽ 18-ാം നൂറ്റാണ്ട് വരെ പഠിപ്പിച്ചിരുന്നു. അതിനെ കൺവെർട്ട് ചെയ്തിട്ട്, പരിഭാഷപ്പെടുത്തിയിട്ട് അവരുടെ ഭാഷകളിലേക്ക്, യൂറോപ്പിൻ്റെ ഒരുപാട് ഭാഷകളിലേക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ, അറബിയിലുള്ള ഗ്രന്ഥങ്ങൾ കൺവെർട്ട് ചെയ്തിരുന്നു, പരിഭാഷപ്പെടുത്തിയിരുന്നു. ഇബ്നു സീന അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ബുക്ക് കിതാബിൽ അൽ ഖാനൂനു ഫി തിബ്ബിൽ ഈ ഗ്രാമ്പിനെ പറ്റി, അതിൻ്റെ ഔഷധഫലങ്ങളെപ്പറ്റി നന്നായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടെയും പറയുന്നത് അത് ഇന്ത്യയിൽ നിന്നുള്ള വിത്താണ് എന്നാണ്. ഈ ഏകദേശം 1000 കൊല്ലങ്ങളോളം പഴക്കമുള്ള ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ അബൂബക്കർ റാസി, അദ്ദേഹത്തിൻ്റെ അൽ ഹാവി എന്ന് പറയുന്ന വളരെ സുപ്രസിദ്ധമായ ആ എൻസൈക്ലോപീഡിയ, അതായത് മെഡിക്കലിൻ്റെ വിശ്വവിജ്ഞാന കോശത്തിലും ഇതിനെപ്പറ്റി, ഇതിൻ്റെ പ്രത്യേകതകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ദാവൂദുൽ അന്താക്കിയും, അവരും വലിയ ഒരു മഹാനായിരുന്നു ഈ വിഷയത്തിൽ, വലിയ പഴയകാലത്തുള്ള ഡോക്ടറായിരുന്നു, അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി വളരെ പ്രസിദ്ധനായ ഡോക്ടർ ഹുസൈൻ അസയ്യിദ് അത്തിയ, അദ്ദേഹം ഒരു വലിയ ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ഏകദേശം 30-ലധികം അതിൻ്റെ ബെനിഫിറ്റ്സുകളെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഗ്രാമ്പൂവിൻ്റെ. അവിടെ അദ്ദേഹം പറഞ്ഞത്, അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനുകളെ, ബ്രെയിനിൻ്റെ ചില പ്രവർത്തനങ്ങളെ അത് ആക്ടിവേറ്റ് ചെയ്യും, അത് പ്രവർത്തിപ്പിക്കും നന്നായിട്ട് എന്നാണ്, അത് കഴിക്കുന്നത് മൂലം. അതേപോലെ അദ്ദേഹം പറഞ്ഞത്, അത് നമ്മുടെ ഹാർട്ടിന് വളരെ നല്ലതാണ്, ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന്. അതേപോലെ തന്നെ നെഞ്ചിനെ അത് നന്നായി ശുദ്ധീകരിക്കും. നെഞ്ചിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നല്ലോ, കഫക്കെട്ടും അങ്ങനെ പല പ്രശ്നങ്ങളും. ഇത് നന്നായി ശുദ്ധീകരിക്കും. അതുപോലെ തന്നെ ചുമക്ക് വളരെ നല്ലതാണ്, കഫങ്ങളെ നീക്കം ചെയ്യാൻ വളരെ നല്ലതാണ് ഈ ഗ്രാമ്പു. അതേപോലെ അദ്ദേഹം പറയുന്നു, നമ്മുടെ സന്ധികളിൽ വരുന്ന പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ്. അവിടെ വീക്കങ്ങൾ ഉണ്ടാകുന്നു, വേദനകൾ ഉണ്ടാകുന്നു, അവകൾക്കൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ വയറ്റിനെ ശുദ്ധീകരിക്കാനും വളരെ നല്ലതാണ്. ബാക്ടീരിയകളിൽ നിന്ന് വയറ്റിനെ ശുദ്ധീകരിക്കാൻ വളരെ നല്ലതാണ്. പല്ല് വേദനക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മോണ ഇൻഫെക്ഷനുകൾ വരുന്നുണ്ട്, അതിനൊക്കെ വളരെ നല്ലതാണ് ഈ ഗ്രാമ്പ്.
അതേപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ, ഡൈജസ്റ്റീവ് സിസ്റ്റമിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, രോഗങ്ങൾക്ക് അവയെ തടയാൻ വളരെ നല്ലതാണ്, അവയെ കുറക്കാൻ വളരെ നല്ലതാണ്. കരളിൽ വരുന്ന പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും വളരെ നല്ലതാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഗ്രാമ്പു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പ്രമേഹം, ഷുഗറിനെ അത് ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരും. അധികം ഉണ്ടെങ്കിൽ അത് കുറക്കും. അതേപോലെ തന്നെ കല്യാണ ശേഷമുള്ള ആ പ്രത്യേക ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അതിനെ പരിഹരിക്കാനും ആ കുറവുകളെ നീക്കാനും അതിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ്. അദ്ദേഹം 30-ലധികം അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി എഴുതിയ ഒരു വലിയ ലേഖനം അറബിയിലുണ്ട്, അറബിക് ലാംഗ്വേജിൽ. ഇത് വളരെ ന്യൂട്രിയൻറ്റ്, പോഷകങ്ങൾ ഡെൻസായ കൂടുതലുള്ള ഒരു സാധനമാണ്. അതിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, എനർജി, ഫൈബർ, കാൽസ്യം, അയൺ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, സോഡിയം, കോപ്പർ, സിങ്ക്, സെലിനിയം, മാംഗനീസ്, വൈറ്റമിൻ സി, എ, ഇ, കെ, കൂടാതെ ഫാറ്റി ആസിഡ്സുകൾ വ്യത്യസ്തമായ, പിന്നെയും ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയ ഒരു അമൂല്യ വസ്തുവാണ് ഈ ഗ്രാമ്പു എന്നുള്ളത്. ഇതിനെപ്പറ്റി ശാസ്ത്രജ്ഞർ അനേകം പറഞ്ഞിട്ടുണ്ട്. മെഡിക്കലി റിവ്യൂ ചെയ്ത ഒരു ലേഖനത്തിൽ പറയുന്നത് ഡോക്ടർ ആമി റിച്ചർ, ഇത് പോഷകങ്ങൾ വളരെ കൂടുതലുള്ള ഒരു സാധനമാണ്. കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വളരെ അധികം അതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കരളിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ ഇതിനെ എഴുതിയ ശാസ്ത്രജ്ഞർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ക്യാൻസറുകളെ വരെ അത് തടയാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. ബാക്ടീരിയകളെ അത് അവിടെ കൊന്നൊടുക്കും, ഇല്ലാണ്ടാക്കും. ബ്ലഡ് ഷുഗറിനെ അത് കൺട്രോളിൽ, ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരും. നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉദരങ്ങളിൽ, വയറുകളിൽ വരുന്ന വ്രണങ്ങൾ, പുണ്ണുകൾക്കും ഇത് നല്ലതാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നമുക്ക് അത്യാവശ്യമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് അത് വളരെ നല്ലതാണ് എന്ന് പല ഗവേഷകരും പല ശാസ്ത്രജ്ഞരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്, അത് അതിൻ്റെ പൗഡർ കിട്ടുന്നുണ്ട്. അത് നമുക്ക് 1-2 ടീസ്പൂണ് കറിയിലോ അല്ലെങ്കിൽ പത്തിലോ ചപ്പാത്തിയിലോ അങ്ങനെയായും നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ 1-2 അതിൻ്റെ ക്ലോ ഉണ്ടല്ലോ, അത് 1-2 എടുത്ത് ചവച്ചും കഴിക്കാം. പക്ഷേ എന്തും കൂടുതലാകാൻ പാടില്ല. കൂടുതലായാൽ വേറെ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും. ദൈനംദിനം രാത്രിയൊക്കെ അങ്ങനെ ചവച്ച് അത് ഒന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടുതലൊരിക്കലും ആകാൻ പാടില്ല. ഇത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഔഷധമാണ്. അല്ലാഹു തആല നമുക്ക് ഇങ്ങനെ പലതും നല്ല കാര്യങ്ങൾ പറയുവാനും അത് കേൾക്കുവാനും തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കട്ടെ. പിന്നെ ഈ എള്ളിനെ പറ്റിയും അതേപോലെ തന്നെ ഗ്രാമ്പിനെ പറ്റിയും നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് പലരും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു പല തവണ ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കണം എന്ന്. അതുകൊണ്ടാണ് പ്രത്യേകമായി ഇത് ക്ലാസ് എടുത്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത് വരുന്ന ക്ലാസ്സുകൾ മുഴുവനും റമദാനിനെ പറ്റി, അതിൽ നാം നോമ്പ് നോക്കുന്നതിനെപ്പറ്റി, വ്രതമനുഷ്ഠിക്കുന്നതിനെപ്പറ്റി, അതിൻ്റെ മെഡിക്കൽ ഫായ്ദകളെപ്പറ്റി, അതിനെപ്പറ്റി ശാസ്ത്രജ്ഞരും ഗവേഷകരും പറഞ്ഞ അഭിപ്രായങ്ങളെപ്പറ്റിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.